സുഹൃത്തുക്കളെ നമസ്കാരം, എല്ലാവർക്കും സുഖാണോ? ഇന്നൊരു ലോറി യാത്രയാണ് കേട്ടോ. എന്താ സ്ഥലം നോക്കിയേ, കിർഗിസ്ഥാനിലെ നരിയൻ പ്രൊവിൻസിൽ വരുന്ന സൊൺഗോൾ തടാകത്തിലേക്ക് പോകുന്ന യാത്രയാണ്. 35 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. അതിൽ 10 കിലോമീറ്ററോളം എനിക്കൊരു ലോറി യാത്രയാട്ടോ. ഒരു മെയിൻ എപ്പിസോഡ് വരുന്നുണ്ട്, അപ്പൊ അതിന്റെ കൂടെ ചെറിയൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. ഇവിടുത്തെ ഒരു ലോക്കലാണ് കേട്ടോ. ഈ സാധനങ്ങൾ കണ്ടോ, ഇവിടുത്തെ കൂടാരങ്ങൾ ഉണ്ടാവും. അതായത് ഗൈഡിന് വെച്ച് വരുന്ന സഞ്ചാരികളൊക്കെയുള്ള സ്ഥലമാണ് ഇവിടെ. ഓഫ് റോഡ് വാഹനങ്ങളിൽ നല്ല ലക്ഷറി യാത്രകൾ ആൾക്കാർ ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് കേട്ടോ ഞാനൊരു രൂപ പോലും മുടക്കാതെ ബഡ്ജറ്റ് യാത്രകൾ ചെയ്യുന്ന. ഈ സാധനങ്ങൾ ഇവിടുത്തെ ഒരു കൂടാരം ഉണ്ട് കേട്ടോ. ഒരു 10 കിലോമീറ്റർ മാറി അവിടെ കൊണ്ട് കൊടുക്കുന്നൊരു വണ്ടിയാണ്. അപ്പൊ അതിലെടുക്കുന്ന അഭയം കിട്ടിയതാ കേട്ടോ. Lighter here. No. This. Okay. പുള്ളിക്കാരന്റെ സിഗരറ്റ് എവിടെയോ കളഞ്ഞു പോയി വന്നു കേട്ടോ. No? പുള്ളിക്കാരന്റെ ജാക്കറ്റിലുണ്ട് വന്നു കേട്ടോ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഓ, ഞാനീ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പേരും ഓരോരു ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കേട്ടോ. എന്ത് വലിയ പർവ്വതങ്ങളാണെന്ന് അറിയാം കണ്ടോ. ബെൻസിന്റെ വണ്ടി കേട്ടോ. ബെൻസ് കമ്പനിയുടെ വണ്ടിയാണ്, പഴയൊരു വണ്ടിയാണ്. പക്ഷെ പുള്ളിക്കാരൻ പറയാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു വാഹനമല്ല കേട്ടോ. ഏത് മലയും കയറുന്ന പറയുന്നത്. അത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. പർവ്വതങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് ഞാൻ പുറമൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് കണ്ടോ. അതാണ് വണ്ടീന്റെ അകംഭാഗമൊക്കെ. ഒരു ഡിഫറെന്റ് രീതിയിലാണ് ഞാനൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു എപ്പിസോഡാണ്, വലിയൊരു എപ്പിസോഡൊന്നും അല്ല. ഏതാ സാധനല്ല വണ്ടി. നിങ്ങൾക്ക് ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടമാണോ? ഇങ്ങനെയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന, മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങനെയാണ്. ഏതാ പർവ്വതങ്ങളൊക്കെ നോക്കിയ മനോഹരമായ സ്ഥലം കേട്ടോ. ഏകദേശം എനിക്കൊരു 35 കിലോമീറ്റർ കെസേർട്ട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് ട്രക്ക് ചെയ്യണം. ആ ട്രക്കിങ്ങിലാണ് കേട്ടോ 10 കിലോമീറ്റർ എനിക്ക് വാഹനം. ബാക്കിയുള്ള 20 കിലോമീറ്റർ നടത്തായിരിക്കും. നോക്കാം, നല്ലൊരു ക്യാമ്പിംഗ് ഒക്കെ ചെയ്യണം. മനോഹരമായൊരു ഭൂമിയാണ് കേട്ടോ. സാധാരണ ഇവിടെ കാറിൽ വരാൻ വേണ്ടി 15,000 രൂപ കൊടുക്കണം കേട്ടോ. കൊച്ചിക്കോറിനാണ് ഇവിടുന്ന് 130 കിലോമീറ്റർ, 115 കിലോമീറ്റർ മാറിയിട്ട് ഉള്ള ഒരു വലിയൊരു പട്ടണവും ഗ്രാമമാണ് കൊച്ചിക്കോർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാറിൽ വരാൻ വേണ്ടി, ഓഫ് റോഡ് വാഹനത്തിൽ വരാൻ വേണ്ടി അപ്പ് ആൻഡ് ഡൗൺ 15,000 രൂപ. താമസം അക്കോമഡേഷൻ ഒക്കെ കൂടി 20,000 രൂപ വേണം കേട്ടോ. ആ ഒരു സ്ഥലത്താണ് 1 രൂപ പോലും ചെലവാക്കാതെ ഞാൻ ഇങ്ങനെ ഒരു റിസ്ക് യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു ഭാഗ്യം നോക്കി നിങ്ങൾ 10 കിലോമീറ്റർ എനിക്ക് സ്വർഗം കിട്ടിയതുപോലെയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി സത്യം പറഞ്ഞാൽ. പുള്ളിക്കാരൻ എന്തായാലും 200 രൂപ കൊടുക്കുക കേട്ടോ. കയ്യിൽ എൻ്റെ അടുത്ത് 2,000 രൂപയാണ് ഉള്ളത്. അഥവാ എമർജൻസി ആയിട്ട് മഴയോ എന്തെങ്കിലും ഭയങ്കര ഇടിമിന്നലൊക്കെ വന്നാൽ കൂടാരങ്ങളിൽ താമസിക്കണമെങ്കിൽ കയ്യിൽ 1,500 രൂപയെങ്കിലും വേണം. അതിന് കരുതിയതാണ്. അത് ലഗേജ് കണ്ടോ മൊത്തം ഇവിടെ ഉള്ളത്. 1-2 ലഗേജ്. പിന്നെ എൻ്റെ മെയിൻ ക്യാമറ കണ്ടോ ഇവിടെയുള്ള. ഇതിന്റെ ഗിയർ കണ്ടോ, ഇതാണ് കേട്ടോ പവർ ഗിയർ. ബെൻസ് പവർഫുൾ. നല്ലൊരു മനുഷ്യൻ കേട്ടോ. അയ്യോ, ഇത്രയും പാവമായിരുന്നു ഇവിടുത്തെ ഗ്രാമവാസികള്. എന്താ പച്ചപ്പല്ല ഈ സ്ഥലത്തിന്റെ. ഒരു സ്വർഗം തന്നെ കേട്ടോ. ഈ പർവ്വതങ്ങൾക്കൊക്കെ അപ്പുറമായിട്ടാണ് കേട്ടോ സൊൺഗോൾ എന്ന് പറയുന്ന കിർഗിസ്ഥാനിലെ 2ാമത്തെ വലിയൊരു ശുദ്ധജല തടാകം വരുന്നത്. നല്ല ചൂട് വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. വാഹനങ്ങളെ കുറിച്ച് അറിയുന്നവർക്ക് ഇതിന്റെ ഗിയർ സിസ്റ്റം അറിയായിരിക്കും കേട്ടോ. എന്തായാലും 15,000 രൂപയൊക്കെ ഓഫ് റോഡ് വാഹനങ്ങളിൽ വരണം എന്ന് പറയുമ്പോൾ എന്ത് എക്സ്പെൻസ് അല്ലേ. ഇവിടെ അധികം വരുന്ന സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ ഹൈക്കേഴ്സ് വളരെ കുറവാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഈ മാസം എന്ന് പറയുന്നത് ജൂൺ സ്റ്റാർട്ട് ആയിട്ടില്ല, മെയ് എൻഡിങ് ആവണത്ര. മെയ് 28-നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ജൂലൈ ആഗസ്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഓഫ് റോഡ് വാഹനങ്ങളുടെ ഒരു സാമ്രാജ്യം തന്നെയായിരിക്കും കേട്ടോ. അത്രമാത്രം ഓഫ് റോഡ് വാഹനങ്ങൾ വരും. പിന്നെ കുതിരപ്പുറത്ത് വരാൻ വേണ്ടി 6,000 രൂപ കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ 6,000 രൂപ വാങ്ങും.
അക്കോമഡേഷനിലും കൂടി ആകുമ്പോൾ 10,000 രൂപ വരും കേട്ടോ. കുതിര യാത്രകൾക്കൊക്കെ ഫേമസ് ആയ ഒരു രാജ്യമാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ, ഫണ്ട് ഉണ്ടെങ്കിൽ. എന്റേത് അങ്ങനെ ഒരു യാത്ര ആയതുകൊണ്ട് അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു പകുതി വരെയെങ്കിലും ഒരു വാഹനത്തിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തിനെ പോലെ വന്ന ഇവിടുത്തെ ഒരു ഗ്രാമവാസിയാണ് കേട്ടോ. സന്തോഷമായി. ഇതിന്റെ വലിയൊരു എപ്പിസോഡ് ഞാൻ എന്റെ ചാനലിൽ കൊണ്ടുവരാം. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കാണണം കേട്ടോ. അപ്പൊ എന്തായാലും ഞാനിത് വൈൻഡപ്പ് ചെയ്യുവാണ്, കാരണം കൂടുതൽ കാഴ്ചകളും ക്യാമ്പിംഗ് ഒക്കെ കൊണ്ടുവരേണ്ടതാണ്. താങ്ക് യു.